വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ക്വിച്ച കവരക്ഷീലിയാണെന്ന് നമ്മുടെ ചർച്ചാ വിഷയം. രണ്ട് വലിയ ക്ലബ്ബുകൾ PSG അതുപോലെ തന്നെ ലിവർപൂളും നേർക്ക് നേർ വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫാബ്രിസിയോ റൊമാനോക്കെ ട്വീറ്റായിരുന്നു PSG കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കവരക്ഷീലിയുടെ ഏജൻസായിട്ട് ചർച്ച ചെയ്യുകയാണ്. നാപ്പോളി ആവശ്യപ്പെടുന്നത് 80 മില്യൺ ഒക്കെയാണെന്നുള്ള രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ റൊമാനോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മാൻ യുണൈറ്റഡ് ഫാൻസിന് കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേക്യൂപ്പിൻ്റെ ഒരു ജേർണലിസ്റ്റ് യുണൈറ്റഡ് ചർച്ച നടത്തുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായി. വേറെ ഇംഗ്ലീഷ് ജേർണലിസ്റ്റോ അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും പറയുന്നുണ്ടായില്ല. അതിനുശേഷമാണ് ഇന്നലെ രാത്രി ഡേവിഡ് ഓൺസ്റ്റീൻ ഈ കാര്യത്തെപ്പറ്റി പറയുന്നത്. ലിവർപൂളിന് ഈ ഒരു പ്ലെയറിൽ കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ലിവർപൂൾ ചാടി വീഴാൻ തയ്യാറാണെന്നുള്ള തരത്തിൽ ജെയിംസ് പിയേഴ്സും റിലയബിൾ ആയിട്ടുള്ള ലിവർപൂൾ ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഈ കാര്യത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മനസ്സിലേക്ക് വരുന്ന ചോദ്യം എന്തിന് എന്നുള്ള കാര്യമാണ്. കാരണം ലിവർപൂളിൽ ഓൾറെഡി ലെഫ്റ്റ് സൈഡായിട്ട് ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട്. കോഡി ഗാക്പോ ഉണ്ട്, ജോട്ടയുണ്ട്, ലൂയിസ് ഡിയാസ് ഉണ്ട്, ഡാർവിൻ നുനേസും ലെഫ്റ്റ് സൈഡഡ് പ്ലെയറാണ്. പിന്നെ എന്തിനാണ് അവർക്ക് ഒരു ലെഫ്റ്റ് സൈഡഡ് പ്ലെയർ എന്നുള്ള കാര്യം ഈവൻ ലിവർപൂൾ ഫാൻസിനോട് ചോദിച്ചാൽ തന്നെ അവർ പറയുന്നൊരു കാര്യമായിരിക്കും, മേ ബി ഒരു സെൻറ്റർ ബാക്ക് ഈ ഒരു സമയത്ത് അവർക്ക് ആവശ്യം ഒരു സെൻറ്റർ ബാക്ക് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ഗ്രാവൻബർഗിന് ഒരു റീപ്ലേസ്മെൻ്റ് അല്ല, ഒരു ബാക്കപ്പ് എന്നുള്ള ഒരു പ്ലെയർ. കാരണം ഗ്രാവൻബർഗ് എല്ലാ മത്സരം കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലൊക്കെയല്ലേ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്. പിന്നെ അതിനുശേഷം ലെഫ്റ്റ് ബാക്ക് ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് ഇത്രയും തുക ഈ ഒരു പ്ലെയറിലേക്ക് അല്ലെങ്കിൽ ഓൾറെഡി ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം തീർച്ചയായും മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഞാൻ തന്നെ ലിവർപൂൾ ഫാൻസിനോട് സംസാരിക്കും, ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു പക്ഷേ ഒരു PR മൂവ് ആയിരിക്കാം. കാരണം മാനേജ്മെൻറ്റ് ഭാഗത്ത് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാനായിട്ട്, ഫാൻസിനെ ഒന്ന് കണ്ണിൽ പൊടിയിടാനായിട്ട്, അങ്ങനെ ഒരു കാര്യമായിരിക്കാം. കാര്യമായിട്ട് റിലയബിൾ ആയിട്ടുള്ള ന്യൂസൊന്നും ആയിരിക്കില്ല. പക്ഷേ തീർച്ചയായും റിപ്പോർട്ട് ചെയ്യുന്നത് ഡേവിഡ് ഓൺസ്റ്റീൻ ആണെന്നുള്ള കാര്യമാണ്. പുള്ളിക്കാരൻ ചുമ്മാ അൽഗുൽത്ത് ന്യൂസ് ഒന്നും വിടുന്ന ഒരാളല്ല, അല്ലെങ്കിൽ വെറുതെ ഫേക്ക് റൂമേഴ്സ് വിടുന്ന ഒരാളല്ല. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും ക്വരക്ഷീലിയനെ പറ്റി പറയുകയാണെങ്കിൽ നാപ്പോളി ഫാൻസ് സ്നേഹത്തോടെ കവർഡോണ എന്ന് വിളിക്കുന്ന പ്ലെയറാണ്. 31 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ലീഗ് നേടി കൊടുത്തതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിച്ച ഒരാളാണ്. ഓഷിമനും അതുപോലെ തന്നെ കവരക്ഷീലിയായിരുന്നു അവരുടെ മെയിൻ അറ്റാക്കേഴ്സ് ആ ഒരു സീസണിലായി നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ആ സീസണിൽ 34 മത്സരങ്ങളിൽ 12 ഗോളും 10 അസിസ്റ്റുമാണ് നേടിയത്. അതിനുശേഷം കഴിഞ്ഞ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ നാപ്പോളിയുടെ പെർഫോമൻസ് മൊത്തത്തിൽ താഴേക്ക് പോയി, കാരണം സ്പലേറ്റി പോയിരുന്നു. പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അവരൊരു ടൈറ്റിൽ ചലഞ്ചിലാണ് എന്നുള്ളതാണ്. 17 മത്സരങ്ങളിൽ 5 ഗോളും 3 അസിസ്റ്റും ഇതുവരെ കവരക്ഷീലിലേക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് തരം പ്ലെയർ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പും പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഒരു വിങ്ങറാണ്. 6 അടി പൊക്കമുണ്ട്. സാധാരണ നമ്മൾ വിങ്ങേഴ്സിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ കുറേ കൂടി ലീനായിരിക്കും, കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവ നല്ല ഫിസിക്കലായിട്ടുള്ള ഒരു വിങ്ങറാണ്, ഒരു പ്രത്യേക പ്രൊഫൈലാണ്. അതുപോലെ തന്നെ നമ്പർ 10 റോളിൽ കളിക്കാനൊക്കെ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പ്ലെയറായി മാറാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ്ഫോർഡ് പോകാൻ നിൽക്കുകയാണ്, സാഞ്ചോ പോയി, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലെഫ്റ്റ് വിങ്ങിലുള്ളത് ആകെ ഒരു ഗാർനാച്ചോയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രൂവണായിട്ടുള്ള ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നോക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഇപ്പോൾ 80 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പൗണ്ടിലേക്ക് പറഞ്ഞു കഴിയുമ്പോൾ 67 മില്യൺ പൗണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു തുകയ്ക്ക് കിട്ടാവുന്ന പ്രൂവണായിട്ടുള്ളൊരു പ്ലെയറാണ് ആക്ച്വലി കവരക്ഷീലി. അത്യാവശ്യം ഫുട്ബോൾ ഇൻ്റലിജൻസ് ഉണ്ട്. അതുപോലെ ഓവറോൾ കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ റൂബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫിറ്റ് ആവുന്നതാണ് തോന്നുന്നത്. ആ 2 നമ്പർ 10s ഫ്രണ്ടിൽ 3-4-3 കളിക്കുന്ന 2 നമ്പർ 10സിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് 10 ആയിട്ട് കളിക്കാനായിട്ടും കവരക്ഷീലിക്ക് പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഇത് ക്യാഷ് കൊടുത്ത് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനുള്ള ഫണ്ട്സ് ഇല്ല. അതല്ലെങ്കിൽ റാഷ്ഫോർഡായിട്ട് സ്വാപ്പ് ചെയ്യേണ്ടി വരും. റാഷ്ഫോർഡിനെ എടുക്കാനായിട്ട് അവർക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ള രീതിയിൽ മത്തിയ മൊറാട്ടോ പോലത്തുള്ള ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSG അതുപോലെ ലിവർപൂളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും വലിയൊരു ഓപ്ഷനായിട്ട് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം മനസ്സിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 മില്യണാണ് ഇവർ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ നാപ്പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വളരെ ടഫായിട്ടുള്ളൊരു ക്ലബ്ബാണ്. പല ക്ലബ്ബുകളും ഇവരോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോയി തോൽവി പറയാറുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കൂലിബാലിയുടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. കുറച്ചാൾ മുമ്പ് കൂലിബാലിക്ക് വേണ്ടി 100 മില്യണൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ മാൻ സിറ്റി ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ച് തന്നു. പക്ഷേ ഒരു രീതിയിൽ അവർ അടുക്കാൻ പറ്റില്ല. 50 മില്യൺ എടുക്കാത്തൊരു പ്രസിഡൻ്റാണ് അവർക്കുള്ളത്, നാപ്പോളിയുടെ. അപ്പോൾ അതുകൊണ്ട് അവർ അത്രയും വില കുറച്ച് എന്തുകൊണ്ട് 80 മില്യൺ എന്ന് പറയുന്ന തുക എന്തുകൊണ്ട് അവർ ആ റേറ്റിന് വിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. 2 വർഷത്തെ കോൺട്രാക്റ്റ് ബാക്കിയുണ്ട്.
എന്താണെന്നുള്ള കാര്യം അറിയില്ല. ഇനി വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ പൊതുവേ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനായിട്ട് കോൺട്രാക്ട് നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ നടത്തി, പക്ഷെ അതൊന്നും കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നാപ്പോളി സെയിലാക്കി കിട്ടുന്ന പൈസ എടുക്കുന്നു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.